പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. യാത്രക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് എന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ തരുന്ന സുന്ദര ഇടമാണ് ഈ വയനാട്. വയനാട്ടിലെ മേപ്പാടിയിൽ നിന്നും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ നാടുകാണിയിലേക്കാണ് നമ്മളുള്ള യാത്ര. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും കുറച്ച് സ്ഥലം അടർത്തിയെടുത്ത് വയനാട് ജില്ല രൂപീകരിച്ചത്. ഈ ജില്ലയ്ക്ക് തമിഴ്നാടും കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. കൽപ്പറ്റയാണ് ഇതിൻ്റെ ആസ്ഥാനം. താമരശ്ശേരി ചുരം കയറിയാൽ യാത്രക്കാരായ നമ്മൾക്ക് എന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ തരുന്ന സുന്ദര ഇടമാണ് ഈ വയനാട്. വയനാടിലെ മേപ്പാടി എന്നാൽ കോഴിക്കോടിനും ഊട്ടിക്കും ഇടയിലുള്ള ഒരു ചെറിയ പട്ടണമാണ് മേപ്പാടി. ഹിൽ സ്റ്റേഷനുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തേയിലത്തോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ മേപ്പാടി നമ്മളെ മനോഹരമായ കാഴ്ചകൾ തന്നു ആസ്വദിപ്പിക്കുന്നു. മലഞ്ചെരുവുകളിൽ എവിടെയോ സ്വർണം ഒളിപ്പിച്ചു വെച്ച ഒരു ഗ്രാമമായിരുന്നു മേപ്പാടി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സായിപ്പ് ഈ ചുരം കയറിയതും അതിനു വേണ്ടിയായിരുന്നു, നമ്മളെ സ്വർണം അടിച്ചുകൊണ്ട് പോവാൻ. പക്ഷെ വിധി മറിച്ചായിരുന്നു. മേപ്പാടിയിൽ കാണാനുള്ള പ്രധാന സ്ഥലങ്ങൾ സൂചിപ്പാറ, കാന്തമ്പാറ വെള്ളച്ചാട്ടം, ചൂരൽമല, മീൻമുട്ടി വെള്ളച്ചാട്ടം, എടയ്ക്കൽ ഗുഹ, പുറക്കാട് തടാകം, വെള്ളരിമല, അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ, മനോഹരമായ സ്ഥലങ്ങൾ ഇവിടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഈ വയനാട് കാണുമ്പോൾ ഈ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടാകും. ഇത് വടുവൻചാൽ. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ നമ്മൾക്ക് സുൽത്താൻ ബത്തേരിയിലേക്കും മാനന്തവാടിയിലേക്കും പോകാം. വലതോട്ട് തിരിഞ്ഞാൽ തമിഴ്നാട് ഗൂഡല്ലൂർ, മൈസൂർ, ഊട്ടി എന്നീ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇനിയാണ് കാഴ്ചകളുടെ കൂമ്പാരം നിങ്ങളുടെ കണ്ണുകളെ നിറയ്ക്കുന്നത്. ഇനി മുന്നോട്ടുള്ള കാഴ്ചയിൽ പ്രകൃതി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച വെള്ളച്ചാട്ടവും കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കുന്നും മലകളും നല്ല പച്ചപ്പുള്ള കാണാൻ മനോഹരമായ കാഴ്ചകളും കാണാം. റോഡിൻ്റെ ഇരുവശത്തും വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പൂക്കൾ നിറഞ്ഞ റോഡുകൾ, തണല് തരുന്ന മരങ്ങൾ, അതോടൊപ്പം മുന്നിൽ കാണുന്ന മൊട്ടൽ കുന്നുകൾക്ക് താഴെ തേയിലത്തോട്ടങ്ങൾ, തേയിലത്തോട്ടത്തിൻ്റെ മറുവശത്ത് കൃഷികൾ. റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഈ കാഴ്ചകളോടൊപ്പം തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ജോലിക്കാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
പ്രകൃതിയുടെ വിസ്മയമാണ് ഈ പ്രദേശം, പ്രത്യേകിച്ചിട്ട് വയനാട്. വയനാട് കാണാതെ പോയാൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും ഏവർക്കും. ഇനി നമ്മൾ വയനാട് അവസാനിച്ച് തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. കേരള അതിർത്തിയും തമിഴ്നാട് അതിർത്തിയുമാണ് ഈ കാണുന്നത്. ചേലാടി പാലം ഈ രണ്ട് സംസ്ഥാനങ്ങളെയും വേർതിരിക്കുന്നു. ഇത് കേരളത്തിന്റെ ചെക്ക് പോയിന്റ്. ഇനി മുന്നോട്ട് പോയാൽ തമിഴ്നാടിന്റെ ചെക്ക് പോയിന്റും കാണാൻ കഴിയും. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ തമിഴ്നാട്ടിൽ നമ്മൾ കയറുന്ന നീലഗിരി, തമിഴ്നാടിന്റെ സുന്ദരി എന്നറിയപ്പെടുന്ന ജില്ലയാണ് നീലഗിരി ജില്ല. നീലഗിരി ജില്ല വളരെ മനോഹരമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് നീലഗിരി ജില്ലയിൽ നിന്നാണ്. നീലഗിരി ജില്ലയിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ കൃഷിക്കാരാണ്. പല രീതിയിലുള്ള ആദിവാസി ഗോത്രവർഗങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നീലഗിരി ജില്ല. ഇവിടുത്തെ കാടുകളിൽ ഏറ്റവും കൂടുതൽ റോഡ് സൈഡുകളിൽ കാണാൻ കഴിയുന്നത് മുളയാണ്. മുള വളർന്ന് വലുതായിട്ട് ഈ റോഡിലൊക്കെ വീണ് കിടക്കുന്ന ആ സീൻ കാണാൻ എത്ര മനോഹരമാണ്. ഈ റോഡിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ കാണാൻ കഴിയുന്ന വണ്ടികൾ കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ്. മലയാളികൾ പൊതുവെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമാണ്. ഈ റോഡിൻ്റെ സൈഡുകളിൽ വിശ്രമിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എല്ലാ വണ്ടികളുടെ രജിസ്ട്രേഷൻ കേരള രജിസ്ട്രേഷനാണ്. മലയാളികൾ പൊളിയാണല്ലേ എപ്പോഴും. റോഡിന്റെ ഇരുവശവും ബോർഡുകൾ സ്ഥാപിച്ചത് കണ്ടു. ആന ഇറങ്ങുന്ന സ്ഥലമാണ് സൂക്ഷിക്കുക എന്ന്. ആന ചാനലുകൾ കണ്ടു. ആന നട്ടുച്ചയ്ക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അത് വരില്ല. ഇതുവഴി എപ്പോഴെങ്കിലും ആനയെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? ഈ ചെറിയ പട്ടണം തമിഴ്നാട്ടിലെ പാന്തല്ലൂരാണ്. ചെറിയ പട്ടണമാണ്. തേയിലത്തോട്ടങ്ങളിൽ ലയങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ നിത്യനിദാനത്തിന് വേണ്ടി സാധനങ്ങൾ മേടിക്കുവാനും അങ്ങനെയുള്ള ഒരു ചെറിയ പട്ടണമായിരിക്കും. പക്ഷെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്.
പ്രിയ സുഹൃത്തുക്കളെ, ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ. അതോടൊപ്പം ഇനിയും നല്ല വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ചില പാകപ്പിഴകൾ വന്നതിൽ ദുഃഖിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് നാടുകാണിയാണ്. നാടുകാണിയിൽ എത്തുമ്പോഴേക്കും ഈ വീഡിയോ അവസാനിച്ചിരിക്കും. നന്ദി, നമസ്കാരം.